പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള പോലീസിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് SI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫിസിക്കൽ എന്തൊക്കെ ഇവന്റ്സ് ഉണ്ട്, അതുപോലെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, കേരള പോലീസ് ജോലി ആഗ്രഹിക്കുന്ന മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ച് ഡൗട്ടുകളോ അതുപോലെ തന്നെ അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കാം. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ യാന്ത്രിക്, നാവിക്, GD, DB റിക്രൂട്ട്മെന്റ് വന്നിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒരുപക്ഷെ 10ാം ക്ലാസ് +2 പാസ്സായിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു പിക്കാണ്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷമായിട്ട് നിങ്ങൾക്ക് കഫയിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ കേരള പോലീസിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. 3/2/2021 വരെയാണ് അപേക്ഷിക്കാൻ അവസരം. അതുപോലെ തന്നെ 31/12/2020 ഈ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടത്. കാറ്റഗറി നമ്പർ 499/2020 ആണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ. സ്കെയില് ഏകദേശം സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 30,700 രൂപ മുതൽ 65,400 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസികൾ 16 ആണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20നും 36നും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുക. അതുപോലെ തന്നെ 2/1/1984നും 1/1/2000നും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായിരിക്കണം. ശേഷമായിട്ട് സ്പോർട്സ്, മിലിറ്ററി ട്രെയിനിങ് ആൻഡ് മെമ്പർഷിപ്പ് ഇൻ NCC ഷാൽ ബി ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷമായിട്ട് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 160 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ചെസ്റ്റ് 81 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട്. വിഷൻ, മറ്റൊരു കാര്യം മറന്നുപോയി, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ST കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടാണ് അപേക്ഷിക്കാനുള്ള അവസരം. സോ അടുത്തതായിട്ട് മെഡിക്കൽ നോക്കുകയാണെങ്കിൽ ഐ വിഷൻ, ഡിസ്റ്റന്റ് വിഷൻ 6/6 ലെഫ്റ്റും റൈറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയർ വിഷൻ 0.5 സ്നെൽ റൈറ്റും 0.5 സ്നെൽ ലെഫ്റ്റും പറഞ്ഞിട്ടുണ്ട്. ശേഷമായിട്ട് ഫിസിക്കൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ 100 മീറ്റർ റണ്ണ് 14 സെക്കൻഡിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. ഹൈ ജമ്പ് നോക്കുകയാണെങ്കിൽ 132.20 സെന്റിമീറ്റർ ജമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. പുട്ടിംഗ് ദ ഷോട്ട് പുട്ട് ആണ് 609.60 സെന്റിമീറ്റർ, അതായത് 20 അടിയാണ് എറിയേണ്ടത്. ത്രോയിങ് ദ ക്രിക്കറ്റ് ബാള് 6096 സെന്റിമീറ്റർ, അതായത് 200 അടിയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. അടുത്തതായിട്ട് റോപ്പ് ക്ലൈംബിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. 365.80 സെന്റിമീറ്റർ, 12 അടിയാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളപ്സ് അല്ലെങ്കിൽ ചിന്നിങ് 8 ടൈംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 1500 മീറ്റർ റണ്ണ് 5 മിനിറ്റ് 44 സെക്കൻഡിനുള്ളിൽ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേരള PSCയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ വഴി 3/2/2021 ബുധനാഴ്ച 12 മണി, രാത്രി 12 മണി ആ ഒരു ടൈമിന് ഉള്ളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ടുകൾ താഴെ കമന്റിലൂടെയും ചോദിക്കുക. ഓക്കെ.